മാച്ച് നമ്പർ 4 നിലവിലെ റണ്ണേഴ്സപ്പായ ലോർഡ്സ് ഓഫ് കൊച്ചി നേരിടുന്നു നവാഗതരായ സിറ്റി ക്ലബ് ചാലക്കുടിയെ. ഓഷ്യൻ ഗ്രീൻ നിറത്തിലാണ് ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ താരങ്ങൾ ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. ഓൾ വൈറ്റിലാണ് സിറ്റി ക്ലബ് ചാലക്കുടിയുടെ താരങ്ങൾ എത്തിയിരിക്കുന്നത്. ആൻഡ് ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കണം. ആൻഡ് ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ ഒരു മുന്നേറ്റമാണ്. ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് എടുത്തിരിക്കുന്നു. ആൻഡ് ഗോൾ നമ്പർ 1 ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ ഈ സീസണിലെ ആദ്യത്തെ ഗോൾ പിറന്നിരിക്കുന്നു. മികച്ചൊരു മൂവ്മെൻറ്റിലൂടെ മത്സരത്തിൻ്റെ 9ാമത്തെ മിനിറ്റിൽ ലോർഡ്സ് ഓഫ് കൊച്ചി ലീഡ് പിടിക്കുകയാണ്. നല്ല മൂവ്മെൻറ്റാണ്, നല്ല സ്വിച്ചിങ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. ജേഴ്സി നമ്പർ 18 ഒരു ഗോളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അജീഷയാണ് ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-25 സീസണിലെ ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ ആദ്യ ഗോൾ സ്കോർ. കൃഷ്ണപ്രിയ ഇടപെടുകയാണ്. കൃഷ്ണപ്രിയയുടെ ഒരു ഹൈ ബോളാണ്. ആര്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആര്യ ആൻഡ് സൗവർണിക. യെസ്, ഗോൾ നമ്പർ 2 സൗവർണിക 2ാമത്തെ ഗോൾ നേടിക്കൊണ്ട് ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് ലീഡ് പിടിച്ചു കൊടുത്തിരിക്കുകയാണ്. മികച്ച രീതിയിലുള്ള കളി തന്നെയാണ് ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ താരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ഗോളും കൂടെ നേടിക്കൊണ്ട് കൂടുതൽ സേഫ് ആവുകയാണ്. ആര്യയുടെ ഒരു ഷോട്ടാണ് സൗവർണിക ഗോൾ ഏരിയയിൽ നിന്നും ഗോൾ വലയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്നേ ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നീഹ ഇസ് നമ്പർ 9 കേരള സ്റ്റേറ്റ്സ് സ്കൂൾസ് അണ്ടർ-19 ടീമിൽ ക്യാപ്റ്റൻ കൂടെയാണ്. ആൻഡ് ജേഴ്സി നമ്പർ 36ന്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോട്ട്. ആൻഡ് സിറ്റി ക്ലബ് ചാലക്കുടി ഗെയിം ഓൺ. ഗോൾ കീപ്പർക്ക് പിടിക്കാവുന്ന ബോൾ ആയിരുന്നിട്ടും ഗോൾ കീപ്പർക്ക് അത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. സിറ്റി ക്ലബ് ചാലക്കുടി ആദ്യത്തെ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ ഗോൾ ജേഴ്സി നമ്പർ 36 പ്രിയങ്കയുടെ പേരിൽ ഇനി കുറിക്കപ്പെടും. സിറ്റി ക്ലബ് ചാലക്കുടിയുടെ വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയാണ് പ്രിയങ്ക. കൽക്കട്ട യൂണിവേഴ്സിറ്റി താരം കൂടിയാണ്. നല്ല രീതിയിലുള്ള ടാപ്പിങ്ങും ഡ്രാഗ് ബാക്ക് നമുക്കവിടെ കാണാം. ആൻഡ് നന്ദനയുടെ ഒരു ഷോട്ടാണ്. ആൻഡ് ഗോൾ നമ്പർ 2 ആൻഡ് ഈക്വലൈസിംഗ്. സിറ്റി ക്ലബ് ചാലക്കുടി മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നന്ദനയിലൂടെ 2ാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് സിറ്റി ക്ലബ് ചാലക്കുടി മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മത്സരത്തിൻ്റെ 33ാമത്തെ മിനിറ്റിൽ അഞ്ജന നേടിക്കൊടുത്തിരിക്കുന്നു അവരുടെ 2ാമത്തെ ഗോൾ. ജേഴ്സി നമ്പർ 7 നന്ദന PS തൃശ്ശൂർ സ്വദേശിനി അണ്ടർ-19 സ്കൂൾസ് നാഷണൽസ് താരം കൂടിയാണ്. 2ാം ആര്യ ദേവികയും മറികടന്നോടെ ഒരു ക്രോസ് വന്നിരിക്കുകയാണ്. കൃഷ്ണപ്രിയയെ ലക്ഷ്യം വെച്ചാണ്. കൃഷ്ണപ്രിയയിലേക്കാണ് ആ ഒരു ബോൾ വരുന്നത്. കൃഷ്ണപ്രിയ ഒരു നല്ലൊരു ക്രോസിങ് അവിടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സൗവർണിക. യെസ്, ഗോൾ നമ്പർ 3 ലോർഡ്സ് ഓഫ് കൊച്ചി അടിച്ചിരിക്കുന്നു. 3ാമത്തെ ഗോൾ. അടിക്ക് തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സൗവർണികയുടെ 2ാമത്തെ ഗോളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. 38ാമത്തെ മിനിറ്റിൽ സൗവർണിക അടിക്കുന്നു ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് വേണ്ടി മറ്റൊരു ഗോൾ. ഡിഫൻസിലുള്ള ആശയക്കുഴപ്പമാണ്, കമ്മ്യൂണിക്കേഷൻസ് ആണ്. നോക്കുക, 4 പേരാണ് സിറ്റി ക്ലബ് ചാലക്കുടിയുടെ ഗോൾ വിട്ടുകൊടുക്കില്ല എന്ന വാശിയോട് തന്നെയാണ് സിറ്റി ക്ലബ് ചാലക്കുടി മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുണ്ട്. യെസ്, നല്ലൊരു പ്രോമിസിങ് അറ്റാക്കാണ്. നല്ലൊരു യെസ്, ആൻഡ് ഗോൾ നമ്പർ 3 ആൻഡ് ഈക്വലൈസ് വന്നിരിക്കുകയാണ്. 93 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് ആ ഒരു ഗോൾ വന്നിരിക്കുന്നത്. സെറ്റ് പീസിലൂടെയും മികച്ച അറ്റാക്കിങ്ങിലൂടെയും ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ടീമാണ് സിറ്റി ക്ലബ്. അവസാന നിമിഷമാണ് ചങ്ക് പിളർക്കുന്ന ഒരു ഗോളാണ് ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് മേൽ വന്നത്. രേഷ്മ അത് സേവ് ചെയ്തെങ്കിലും ഒരു ഓവർഹെഡായി രേഷ്മയ്ക്കും അത് മാറിയിരിക്കുകയാണ്. മത്സരം 3-3 എന്ന സ്കോറിൽ വന്നിരിക്കുകയാണ്. നല്ലൊരു മുന്നേറ്റം നമുക്കവിടെ കാണാം. മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് എഫ്സിയിൽ നിന്ന് നേരെ ആര്യയുടെ ഒരു ശ്രമമാണ്. ഒരു ത്രോയിൻ വഴങ്ങുകയാണ്. ആൻഡ് ഫൈനൽ വിസിൽ വന്നിരിക്കുകയാണ്. 95 മിനിറ്റ് പിന്നിടുമ്പോൾ 3-3 എന്ന സ്കോറിൽ ഈ ഒരു മത്സരം മാറിയിരിക്കുകയാണ്. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം നേടിക്കൊണ്ട് മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ലോർഡ്സ് ഓഫ് കൊച്ചി 3 സിറ്റി ക്ലബ് 3. മത്സരത്തിൻ്റെ 9ാമത്തെ മിനിറ്റിലാണ് അജീഷയാണ് ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ കണ്ടെത്തിയത്.